ആ റിബ് ഒടിഞ്ഞു, നെക്ക് ബ്രേക്കായി, ലെഫ്റ്റിന് ഇഞ്ചുറി, റൈറ്റ് റിസ്റ്റ് ഇഞ്ചുറി, റൈറ്റ് ലെഗ് പാരലൈസ്ഡ് ആയിപ്പോയി, സ്പൈൻ ക്രഷായിട്ട് അതിൻ്റെ ഉള്ളിൽ സ്ക്രൂഡ് ഉണ്ടാവും. ഡോക്ടർ നടക്കണ കേസൊക്കെ നമുക്ക് നോക്കാം പയ്യെ. പാരലൈസ്ഡ് ആയി, ഓൾറെഡി റൈറ്റ് ലെഗ് പാരലൈസ്ഡ് ആയി. എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് തന്നെ എന്നോട് പറഞ്ഞു, ജോയ്സിന് വല്ല ജഡ്ജായിട്ടൊക്കെ ചെയറിലേക്ക് ഇരിക്കും, ഇനിയൊന്നും പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. ഇപ്പം ഞാൻ 2 കാലം നേരെ നിവർന്ന് നിൽക്കുന്നുണ്ട്. ഇനി നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നീ ചെയ്യ്, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാനും ചെയ്യാം. അത് ഞാൻ കുറച്ച് റോങ് കാര്യങ്ങളൊക്കെ അവിടെ ഇവൻറ്റിൽ കാണിച്ചു. എനിക്ക് ഒത്തിരി വിഷമമായി. കൂടെ നിൽക്കേണ്ട ചിലവർ പറഞ്ഞു, ജോയ്സേ നീ പോയിന്ന് അറിഞ്ഞ് നിൻ്റെ പേരിൽ മെമ്മോറിയൽ ചാമ്പ്യൻഷിപ്പ് നടത്താമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പറഞ്ഞു. ദാറ്റ് ടച്ച് മൈ ഈഗോ. ആ ഒരു ആളോടുള്ള റിവെഞ്ച് എന്ന രീതിയിൽ വ്യക്തിയോട് വെല്ലുവിളിച്ചു. ലൈഫിൽ എന്തൊക്കെ വന്നാലും നമ്മൾ ഒറ്റയ്ക്കാണ്. അത് തിരിച്ചു പിടിക്കേണ്ടത് 100% നമ്മുടെ തന്നെ റെസ്പോൺസിബിലിറ്റിയാണ്. ആരും ഇല്ലെങ്കിലും, ആരൊക്കെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് ഫ്രണ്ട്ലി ചെയ്യുമ്പോൾ ഒരു സുഖം കിട്ടി, ഒരു സന്തോഷം. സീറ്റ് റിവെഞ്ച്. ഈ ഓർഫനേജിലെ കുട്ടികൾ മാറ്റി നിർത്തുന്ന അടുത്തുനിന്ന് ചേർത്ത് നിർത്തുമ്പോൾ അവർക്കുള്ളൊരു സന്തോഷം, അതെനിക്കൊരു കിക്കായിട്ട്, ഒരു ലഹരിയായിട്ട് തോന്നി. ചിലപ്പോൾ ഒരു സ്വാമി വിവേകാനന്ദനെ ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല, പക്ഷെ ഒരിക്കലും ഒരു ഹിറ്റ്ലർ ഉണ്ടാവില്ല. നമസ്കാരം, അന്ന സുസൻ. സ്പാർക്കുള്ള നല്ലൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ഒപ്പം കഥ പറയാനിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ MMA ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകൻ, 29 വയസ്സിൽ തന്നെ ലോകത്തിന് അഭിമാനമായി ഇന്ത്യയിൽ നിന്നും ഒരുപാട് അത്ലറ്റ്സിനെ സമർപ്പിച്ച ഒരു കോച്ച്. കേൾക്കാം ജോയ്സിൻ്റെ കഥ. സ്വാഗതം ജോയ്സ് മാഷ്, എല്ലാവരുടെയും പ്രിയപ്പെട്ട ജോയ്സ് മാഷ്. ഞാൻ പക്ഷെ ജോയ്സ് എന്ന് വിളിക്കുന്നു കേട്ടോ. ജോയ്സിൻ്റെ നാട് എവിടെയാണ്? വീട് അങ്കമാലിയിലാണ്. ഓക്കെ. ഈ ഒരു അത്ലറ്റ് അല്ലെങ്കിൽ ഇങ്ങനൊരു കോച്ച് അല്ലെങ്കിൽ MMA ഒരു ട്രെയിനിങ് അക്കാദമി, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അക്കാദമി, ഇതെല്ലാം ചെറിയ പ്രായത്തിൽ തന്നെ അച്ചീവ് ചെയ്തൊരു വ്യക്തിയാണ്. ഒരുപാട് അത്ലറ്റ്സിനെ നമ്മുടെ നാടിന് സമർപ്പിച്ച ഒരു ആളാണ്. ഒരുപാട് വേൾഡ് ചാമ്പ്യന്മാരെ സമർപ്പിച്ച ഒരു വ്യക്തിയാണ്. എങ്ങനെയായിരുന്നു ലൈഫിൻ്റെ ആ ഒരു പാർട്ടിലേക്കുള്ള കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരിക്കലും ഒരു വലിയൊരു കോച്ചാവണം എന്ന ആഗ്രഹം കൊണ്ട് ആയ ഒരാളല്ല ഞാൻ. ജസ്റ്റ് ഒരു പാഷനായിരുന്നു, അത് പയ്യെ പ്രൊഫഷനായി മാറി. എത്ര വയസ്സിലാണ് അപ്പോൾ പഠിച്ചു തുടങ്ങിയ മാർഷൽ ആർട്സ്? 7 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. 7 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തു. ഇഷ്ടം കൊണ്ടാണോ വീട്ടുകാർ കൊണ്ട് വിട്ടാണോ? ഇഷ്ടം കൊണ്ടും വീട്ടിൽ നിന്ന് എൻ്റെ ഗ്രാൻഡ് ഫാദറും എല്ലാം നല്ല സപ്പോർട്ടായിരുന്നു. അപ്പം അങ്ങനെ ചെറുപ്പത്തിൽ കരാട്ടയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. വീടിൻ്റെ അടുത്ത് തന്നെ പഠിച്ചതൊക്കെ? അങ്കമാലി തന്നെ പഠിച്ചെല്ലാം അങ്കമാലി, എല്ലാം തന്നെ വീടിൻ്റെ അടുത്ത് തന്നെയൊക്കെ പഠിച്ചത്. ഹൈസ്കൂൾസ് കോട്ടയത്തായിരുന്നു. സെന്റ് എഫ്രൈംസ് ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു. ഓക്കെ. എന്നാണ് ഈ ഒരു നമ്മൾ പഠിക്കുന്നു, 7 വയസ്സ് മുതൽ നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരു സൈഡിലെ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി പോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. എവിടെ വെച്ചിട്ടായിരുന്നു ഇങ്ങനെ പോയാൽ പോരാ, എനിക്കൊരു ബ്രേക്ക് വേണം എന്നൊരു തോന്നലുണ്ടാവുന്നേ? അതായത് ഏറ്റവും ബെസ്റ്റ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പഠിക്കുന്നിടത്ത് സ്കൂളിങ്ങിലും അക്കാഡമിക്സിലല്ല, സ്പോർട്സിലും. ഫൈറ്റിംഗ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒത്തിരി മൂവീസ് കാണായിരുന്നു, ഫൈറ്റിംഗ് മൂവീസും യൂട്യൂബിൽ ഒത്തിരി ഫൈറ്റ്സും കാണായിരുന്നു. അപ്പോൾ അതൊക്കെ ആഗ്രഹിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഈ ചൈനീസ് മൂവീസിൽ പറന്നു പോകുന്നു, ഹാരി പോട്ടറിൽ പറന്നു പോകുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു പ്രത്യേക ശക്തി കിട്ടും ഇത് പഠിച്ചാൽ എന്ന രീതിയിലാണ് പഠിക്കാൻ ചെന്നത്. ആഗ്രഹിച്ചു. പക്ഷെ അതല്ല റിയൽ ഫൈറ്റ് എന്ന് അത് ചെറിയ ഏജിൽ തന്നെ മനസ്സിലായി. യൂട്യൂബെല്ലാം കണ്ടു, കുറച്ച് കോമ്പറ്റീഷൻസൊക്കെ അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ ഏകദേശം കാര്യം മനസ്സിലായി. ഒരു 13 വയസ്സിൽ ബ്ലാക്ക് ബെൽറ്റ് അച്ചീവ് ചെയ്തു. 13 വയസ്സിൽ ബ്ലാക്ക് ബെൽറ്റ് അച്ചീവ് ചെയ്തു. എൻ്റെ ഫസ്റ്റ് മാഷ് രാജൻ എന്ന മാഷാണ്. അത് കഴിഞ്ഞ് ഞാൻ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി MMA ജോയിൻ ചെയ്തു കൊച്ചിയിൽ. മിലൻ എന്ന് പറഞ്ഞ സാറാണ് എന്നെ MMA ട്രെയിൻ ചെയ്യിച്ചത്. പിന്നെ മലപ്പുറം, കാലിക്കറ്റ്, അങ്ങനെ പല സ്ഥലങ്ങളിൽ, ബാംഗ്ലൂർ, മിസോറാം. 19 വയസ്സായപ്പോഴേക്കും തായ്ലാൻഡിലെത്തി. 19 വയസ്സിൽ തായ്ലാൻഡിലെത്തി തായ്ലാൻഡായിരുന്നു ട്രെയിനിങ് ചെയ്ത് കോച്ച് സർട്ടിഫിക്കേഷനെല്ലാം ചെയ്തു. അപ്പോൾ ഇതൊരു പ്രൊഫഷൻ ആക്കണമെന്ന് തീരുമാനിക്കുന്നത് എപ്പോഴാണ്? ശരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്തത്, കോച്ചിങ് ലെവലിൽ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ +1+2 ടൈമിലാണ്. +1+2 പഠിക്കുമ്പോഴേ കോച്ചാവാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തതല്ല. അതായത് ഞങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് ചെറിയൊരു സീനിയേഴ്സായിട്ട് ചെറിയ പ്രശ്നമായി. +1 പഠിക്കുമ്പോൾ അപ്പം റാഗിങ്ങൊക്കെ പോലെ അടിയൊക്കെ ആയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയായി. പക്ഷേ യുദ്ധത്തിൽ നമ്മൾ ജയിച്ചു. അവർ കുറേ നമ്പേഴ്സ് ഉണ്ടെങ്കിലും
ആ ഒരു ഫൈറ്റിൽ നമ്മൾ ജയിച്ചു. ഒറ്റയ്ക്കായിരുന്നു അത് ഒറ്റയ്ക്കായിരുന്നു. പക്ഷേ നമുക്കും ഇഞ്ചുറി ഒക്കെ വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുമല്ലോ. മൂവി അല്ലല്ലോ, ഒരിക്കലും മമ്മൂട്ടിയൊന്നല്ല. നമ്മൾ അടി വാങ്ങി ഹീറോയിസം കാണിച്ച് തിരിച്ചു വരാൻ വേണ്ടി നമ്മൾ മമ്മൂട്ടിയൊന്നല്ല. അപ്പോൾ നമുക്കും കിട്ടി, നമ്മളും ഇഞ്ചേർഡായി. അപ്പോൾ അന്ന് മനസ്സിലായി ഒരിക്കലും ഒറ്റയ്ക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ പയ്യൊരു ഗ്യാങ് പോലെ ഒരു സെറ്റ് ചെയ്തു. അങ്ങനെ ഫസ്റ്റ് സ്റ്റുഡൻ്റാണ് ആര്യൻ എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റ്. അതെൻ്റെ ഫ്രണ്ട്. ഗ്യാങ് ഉണ്ടാക്കാൻ വേണ്ടി കോച്ചായ ആളാണ്. ഗ്യാങ് ഉണ്ടാക്കാൻ വേണ്ടി കോച്ചായ ആളാണ്. മിടുക്കൻ. +1 പഠിക്കുമ്പോൾ. അതെ, +1 പഠിക്കും. അടിപൊളി. എന്നിട്ട് അങ്ങനെ ഞങ്ങൾ കോമ്പറ്റീഷനൊക്കെ അറ്റൻഡ് ചെയ്യും. പിന്നെ 1 പയ്യെ 3ആയി, 3 ആൾ വന്നു, 4 ആൾ വന്നു, അങ്ങനെ 8-9 ആളാണ് അങ്ങനെ ടീമായി. അപ്പോൾ എവിടെ വെച്ചാൽ ട്രെയിനിങ് കൊടുക്കുന്നത്? ശരിക്കും ഞങ്ങൾ മറ്റേ വലിയ ഫെസിലിറ്റി ഉള്ളൊരു ഇതാണെന്ന് എക്സ്പെക്ട് ചെയ്തത്. ഞങ്ങളൊരു സ്കൂൾ ഗ്രൗണ്ടിൽ ജസ്റ്റ് ഒരു പഞ്ചിങ് ബാഗ് ഞാൻ സെൽഫ് ട്രെയിൻ ചെയ്യാൻ വേണ്ടി തൂക്കിയിട്ടിട്ടുണ്ട്. അതിലാണ് ട്രെയിൻ ചെയ്തത്. ആ സമയത്ത് ഈ ഒരു ഫോക്കസ് പാഡ്നൊരു സംഭവിക്കുന്നുണ്ട് ബോക്സിങ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് വാങ്ങാൻ പേയ്മെൻറ്റോ നമുക്ക് വീട്ടിൽ നിന്ന് സപ്പോർട്ടോ ഇല്ല. അത് അവൈലബിൾ ആയിരുന്നില്ല ആ ടൈമിൽ. ഒരു 2013-12 ടൈമിലൊന്നും കേരളത്തിൽ അവസാനം അവൈലബിൾ അല്ല. അപ്പോൾ ഒരു പാരഗൻ്റെ ചെരുപ്പുമേ ഈ പാഡിങ് എല്ലാം ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് കോച്ചിങ് സ്കൂൾ ഗ്രൗണ്ടിൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ കോമ്പറ്റീഷനൊക്കെ അറ്റൻഡ് ചെയ്തു. 8 ആൾ പോയാൽ ചിലപ്പോൾ 7 ഗോൾഡ് വരും, ചിലപ്പോൾ 8 ഗോൾഡ് വരും. അപ്പം ഞാൻ നോക്കിയപ്പോൾ കൊള്ളാലോ പരിപാടി. അങ്ങനെ ഞങ്ങൾ പയ്യെ ക്ലബിന് ഒരു റിവെഞ്ച് മോഡിൽ ഡു ഓർ ഡൈ ഫൈറ്റ് ക്ലബ് എന്നൊക്കെ പേരിട്ടു. ഡു ഓർ ഡൈ, ഒന്നെങ്കിൽ ജീവിക്കണം അല്ലെങ്കിൽ മരിക്കണം. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ആ ഒരു പേര് ആ പ്രായത്തിൽ ഭയങ്കര ഹീറോയിസ് ആയിട്ട് തോന്നി. ഇപ്പം ആലോചിക്കുമ്പോൾ അത് ലോകം മണ്ടത്തരായിട്ട് തോന്നി. ഏതെങ്കിലും അപ്പന്മാര് പിള്ളേരെ വിടുമോ? ചേച്ചി വിടില്ലല്ലോ. ഡു ഓടേന്ന് പേരിട്ട ഒരിക്കലും വിടില്ല. നമുക്ക് ഡു മാത്രമേ ഉള്ളൂ. ഈ കോമ്പറ്റീഷൻ നമ്മൾ നല്ലൊരു അണ്ടർഫീറ്റഡ് ടീമായിട്ട് ഇങ്ങനെ കുറച്ച് ഫൈറ്റ്സ് ഒക്കെ അടിച്ചപ്പോൾ എൻ്റെ ഒരു അങ്കിൾ എനിക്ക് സ്റ്റോറി പറഞ്ഞു. എനിക്ക് അലക്സാണ്ടറിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആൾ വരെ യുദ്ധത്തിന് എനിക്ക് കീഴടങ്ങാൻ വേണ്ടി ലെറ്റർ അയച്ചപ്പോൾ ഇഫ് എന്ന് പറഞ്ഞൊരു മാത്രം തിരിച്ചയച്ച് അലക്സാണ്ടറിനോട് വരാൻ പറഞ്ഞ പാരമ്പര്യമുള്ളതാണ് സ്പാർട്ട എന്ന് പറഞ്ഞ കൺട്രി. 300 വാരിയേഴ്സിനെ വെച്ചിട്ട് 30,000 പടയാളികളെ കൊല്ലുന്ന ഒരു കരുത്തുള്ള ഹെവി ടീം. സോ അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. സ്പാർട്ടൻസിന് പേരിട്ടു. അതിന് അതായത് ഈ പേരിട്ടതിന് ശേഷമാണ് പേരിടുന്നതിന് തൊട്ട് ശേഷമാണ് ഞാൻ സ്പാർട്ടൻസ് 300 എന്ന് പറഞ്ഞ മൂവിയും കാണുന്നത്. ആ മൂവിയും കൂടി കണ്ടതിന് ശേഷം പൂർത്തിയായി, പിന്നെ അത് മതി സ്പാർട്ടൻസ്. അങ്ങനെ ടീമായി കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തു. എത്ര വയസ്സുണ്ട് ഈ കോച്ചിങ് സ്പാർട്ടൻസ് തുടങ്ങുമ്പോൾ? സ്പാർട്ടൻസ് ഒഫീഷ്യലി രജിസ്ട്രേഷൻ വന്നത് 2014 ഡിസംബറിലാണ് സ്റ്റാർട്ട് ആവുന്നത്. അത് എത്ര വയസ്സുണ്ട് ജോയ്സിന്? 18 വയസ്സേ ഉള്ളൂ. 18 വയസ്സായിട്ടില്ല. ആ സമയത്ത് നമ്മളൊരു സ്റ്റേറ്റ് ലെവൽ ചാമ്പ്യൻഷിപ്പ് എല്ലാം നമ്മൾ കണ്ടക്ട് ചെയ്തിരുന്നു. അങ്കമാലി ജനസേവയിൽ നിൽക്കാട്. നമുക്ക് ഒത്തിരി ഞങ്ങളെ കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ചാരിറ്റി ചെയ്യുക, കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട് ഞങ്ങളുടെ ടീമിന്. അപ്പോൾ ഞങ്ങൾ ഒരു സ്റ്റേറ്റ് ലെവൽ ചാമ്പ്യൻഷിപ്പ് ഒരു ഓർഫനേജ് ഓർഗനൈസ് ചെയ്തു. അതിൻ്റെ റെൻറ്റും കുറച്ച് കാര്യങ്ങളെല്ലാം ഓർഫനേജിന് കിട്ടുന്ന രീതിയിൽ ജനസേവയിൽ ഞങ്ങൾ ഹോസ്റ്റ് ചെയ്തു. അതൊരു 17 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഹോസ്റ്റ് ചെയ്യുന്നത്. ആ സമയത്ത് എല്ലാ സപ്പോർട്ടും തന്നത് ബിനു എന്ന് പറഞ്ഞ സാറാണ്. മൊയ്ത്തി അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ കേരള സ്റ്റേറ്റ് പ്രസിഡൻ്റാണ് ആൾ. അതാണ് എനിക്ക് എല്ലാ സപ്പോർട്ട് ആ സമയത്ത് തന്നത്. എല്ലാ ഗൈഡൻസും ഒരു ബിഗ് വിഷൻ ഡ്രീം എല്ലാം ഉണ്ടാക്കി തന്ന ആളാണ്. ഈ 17 വയസ്സുള്ളൊരു ചെറിയ പയ്യൻ, ചെറിയൊരു കൊച്ച്, എത്ര പഠിക്കുക? +2 പഠിക്കുന്നു. +2 പഠിക്കുന്ന ഒരു കൊച്ചി എന്നിട്ട് സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻ നടത്തണം, അല്ലെങ്കിൽ അത് ഇങ്ങനെ ഒരു ജനസേവന കേന്ദ്രത്തിൽ വെച്ച് നടത്തണം എന്നൊക്കെ പറയുമ്പോൾ ഇതിന് എത്രത്തോളം വാലിഡിറ്റി ആൾക്കാർ കണ്ടു? എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ സപ്പോർട്ട് എൻ്റെ ഗ്രാൻഡ് മദർ, എൻ്റെ അമ്മയായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുമ്പോഴൊരു മറ്റുള്ളവർക്ക് കൂടി ഉപകാരം വേണം മറ്റുള്ളവർ നമ്മൾ മൂലം കുറച്ച് പേര് രക്ഷപ്പെടാണ്, കുറച്ച് പേർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുകയാണ് എങ്കിൽ അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് അന്നേ ആ ഒരു മോറൽ വാല്യൂ പഠിപ്പിച്ചിരുന്നു. ചെറുപ്പം മുതലേ 7 ക്ലാസ് 7 വയസ്സ് മുതലേ പഠിപ്പിച്ചു തന്നു. ചെറുപ്പം തൊട്ട് രാവിലെ എണീറ്റ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യായിരുന്നു ചെറുപ്പത്തിൽ. അവർ തന്ന ഒരു സപ്പോർട്ടിലാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. അത് നാട്ടുകാർ അക്സെപ്റ്റ് ചെയ്തു. ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ ഇത്രയും ഫണ്ടൊക്കെ മാനേജ് ചെയ്യുന്ന പ്രായത്തിൽ പറ്റുമായിരുന്നോ? ഇതിനൊക്കെ എക്സ്പെൻസ് വരും, സ്പോൺസേഴ്സിനെ കണ്ടെത്തണം, നമ്മൾ എല്ലാ കാര്യം നമ്മൾ തന്നെ ചെയ്യണം. അന്നത്തെ മെയിൻ സ്പോൺസർ എൻ്റെ ഗ്രാൻഡ് ഫാദർ തന്നെയായിരുന്നു. മെയിൻ സ്പോൺസർ അപ്പച്ചനാണ് എല്ലാത്തിനും സപ്പോർട്ട്.
അപ്പച്ചനിപ്പോൾ ഉണ്ടോ? ഇല്ല. അങ്ങനെ 7 വയസ്സിൽ തുടങ്ങി 17-18 വയസ്സായപ്പോഴേക്കും സ്പാർട്ടൻസ് എന്ന് പറയുന്ന ഒരു അക്കാദമി സ്റ്റാർട്ട് ചെയ്തു. അവിടെ അത്യാവശ്യം കുട്ടികളെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ട്രെയിനിൽ നിന്ന് മാറി ഒരു കോച്ച് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റിലേക്ക് മാറുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡാണ്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഇതാണ് എൻ്റെ കരിയർ എന്ന് തീരുമാനിക്കാനുണ്ടായിരുന്ന റീസൺ എന്തായിരുന്നു? കാരണം ആ ഒരു സമയം നമ്മൾ എഞ്ചിനീയർ ആവാനും ഡോക്ടർ ആവാനും, അമ്മ ഇറ്റലിയിലാന്ന് പറഞ്ഞു നേഴ്സാന്ന് പറഞ്ഞു, തീർച്ചയായിട്ടും അമ്മയ്ക്ക് ആഗ്രഹം അതിന് ഡോക്ടർ ആക്കാനോ എഞ്ചിനീയർ ആക്കാനോ ഒക്കെ ആയിരിക്കും. അതിൽ നിന്നൊക്കെ മാറി ഇതാണ് എൻ്റെ ലൈഫ് എന്ന് തിരിച്ചറിഞ്ഞ ആ മൊമെന്റ് എന്തായിരുന്നു? എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ഓർഫനേജിൽ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ടായിരുന്നു കുട്ടികളെ. മെയിനായിട്ട് അവിടെ പോയത് അവിടുത്തെ അച്ഛൻ ഒത്തിരി എൻ്റെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രീസ്റ്റ് ഒത്തിരി ലൈഫിലൊരു നല്ലൊരു മെൻറ്റർ, ഒത്തിരി ലൈഫിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ അവിടെ അച്ഛൻ പറഞ്ഞു നീ കുറച്ച് കുട്ടികളെ ട്രെയിൻ ചെയ്യി. അപ്പോൾ എനിക്കൊരു 13 സ്റ്റുഡൻസിനാണ് അന്ന് കിട്ടി. ഒന്ന് നമ്മൾ അക്കാഡമി ഫേസ് ചെയ്യുന്ന പറഞ്ഞാൽ പാരൻസിനാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും കുട്ടികളെ തിരിച്ച് വലിക്കാം. നമ്മൾ എന്തോരം ട്രെയിൻ ചെയ്യിച്ച് ഹൈ ആക്കിയാലും ആ സമയത്ത് നമുക്ക് തിരിച്ചു വലിക്കാൻ പറ്റും. പാരൻസ് അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ വന്നാൽ ചിലപ്പോൾ വിടില്ല. ഞാനപ്പോൾ അച്ഛനോട് ചോദിച്ചു കോമ്പറ്റീഷന് വിടാൻ പറ്റുമോ? അങ്ങനെ ഞാൻ ട്രെയിൻ ചെയ്യും. അച്ഛൻ പറഞ്ഞു ഞാൻ വിടാം. അപ്പോൾ എനിക്ക് സന്തോഷം, 13 വെയ്റ്റ്സ് കിട്ടി. കൊള്ളാം, പുറത്തുനിന്ന് എനിക്കുണ്ട് നല്ല സ്റ്റുഡൻസ്, ടീമായിട്ട് പോയിട്ട് ചാമ്പ്യൻസ് ആവാം. എനിക്ക് ഈ ഓവറോൾ ചാമ്പ്യൻസ് കപ്പിനോടൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അവസാനം ഓവറോൾ ചാമ്പ്യൻസ് സ്പാർട്ടൻസ് എന്ന് വിളിച്ച് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഊർജ്ജം അല്ലേ, അത് ഭയങ്കര ഒരു സംഭവം. അത് ഭയങ്കര സന്തോഷം അത്. അപ്പം അവിടെ ട്രെയിൻ ചെയ്യിച്ചു തുടങ്ങി. അപ്പം ഞാൻ പല സ്റ്റോറീസ് ഓരോ സ്റ്റുഡൻസിൻ്റെ ഒരു മറ്റ് ഫിറ്റ്നസ് മറ്റ് ഗെയിം പോലെയല്ല മാർഷൽ ആർട്ട്. അത് കോച്ചും സ്റ്റുഡൻറ്റും തമ്മിലൊരു ഇമോഷണലി ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. എന്നാലും ആ കോച്ച് നന്നായി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ എൻ്റെ സ്റ്റുഡൻറ്റ് ഒരാളെ ട്രെയിൻ ചെയ്യിക്കണ പോലെ ആയിരിക്കില്ല വേറെ ആൾ ട്രെയിൻ ചെയ്യിക്കുന്നത്. ഷോർട്ടായിരിക്കും, ചിലപ്പോൾ ലോങ് ആയിരിക്കും, പല റേഞ്ചിലായിരിക്കും. ചിലപ്പോൾ അവൻ്റെ മെൻ്റലി അവൻ എന്തായിരിക്കും പ്രശ്നം, ചിലപ്പോൾ അതോടെ നമുക്ക് ചെയ്യേണ്ടി വരും. സ്വന്തം ഫാദർ കെട്ടിത്തൂക്കി കൊല്ലാൻ നോക്കിയാൽ മോനെ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റിയിട്ടുണ്ട്. സ്വന്തം ഫാമിലിയിൽ നിന്ന് കത്തിക്കാൻ നോക്കിയിട്ടുള്ളൊരു കുട്ടീനെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പനമ്മയെ ഒഴിവാക്കാൻ കുറേ പേര് അങ്ങനെ ട്രെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ DAD സെൻറ്ററിൽ നിന്ന് ബുക്ക് എടുത്ത് ട്രെയിൻ ചെയ്യിച്ച് ചാമ്പ്യൻസ് ആക്കിയിട്ടുണ്ട്. അതുപോലെ കൂലിപ്പണി, ഫാക്ടറി വർക്ക്, അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ എടുത്ത് ട്രെയിൻ ചെയ്യിക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ കാരണം അവരുടെ ഈ ഓർഫനേജിലെ കുട്ടികൾ ഈ സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും മെഡൽസ് വന്ന് അവരുടെ സ്കൂളിൽ അവർക്ക് കിട്ടുന്ന ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ എല്ലാവരും നീക്കി നിർത്തുന്ന മാറ്റി നിർത്തുന്ന അടുത്തുനിന്ന് ചേർത്ത് നിർത്തുമ്പോൾ അവർക്കുള്ളൊരു സന്തോഷം, അതെനിക്കൊരു കിക്കായിട്ട് ഒരു ലഹരിയായിട്ട് തോന്നി. അതങ്ങനെ ഒരു കോച്ച് എന്ന ലെവലിൽ ഒരു അച്ചീവ്മെൻറ്റ് ആയിട്ട് പയ്യെ കോച്ചിങ് എന്തൊക്കെ വന്നാലും ഏതൊക്കെ പ്രൊഫഷനിലോട്ട് ഞാൻ പോയാലും കോച്ചിങ് വിടില്ല, അല്ലെങ്കിൽ എപ്പോഴും കൂടെ ഉണ്ടാവും. ഈ മാർഷൽ ആർട്സ് മൊയ്ത്തായ മാമ കൂടെ ഉണ്ടാവും എന്ന് ഉറപ്പിച്ചു ചെയ്തു. അങ്ങനെയാണ് ഉറപ്പിക്കുന്നത്. 18 വയസ്സ് ഇങ്ങനെ ഇതൊക്കെ തീരുമാനങ്ങൾ എടുക്കാനുള്ള മെച്യൂരിറ്റി ഉണ്ടായിരുന്നു. എനിക്ക് നല്ല കോച്ചസ് ഉണ്ടായിരുന്നു, നല്ല ഗൈഡൻസ് തരാൻ. അതായത് സ്വിം ചെയ്തത് സീലാണ്, അതുപോലത്തെ ലെവലിൽ ബെസ്റ്റ് കോച്ചസ് ആയിരുന്നു. അപ്പം നമുക്ക് അത്ര വലിയ വിഷൻ കാണിച്ചു തന്നു. പ്രായത്തിന് ലിമിറ്റേഷൻ ഇല്ലായിരുന്നു. ഇല്ലായിരുന്നു, സപ്പോർട്ട് ചെയ്യായിരുന്നു. തായ്ലാൻഡിൽ 700-800 പ്രൊഫഷണൽ ഫൈറ്റ്സ് ഒക്കെ ചെയ്ത കോച്ചസിനായിട്ട് ട്രെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ലൈഫിൽ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് അത് കാണുന്നു. പിന്നെ എൻ്റെ കോച്ച് ക്രൂ സാമുവൽ ഡോസോമ നല്ല രീതിയിൽ, അതായത് തെറ്റാണെങ്കിൽ തെറ്റാന്ന് തന്നെ പോയിൻ്റ് ചെയ്ത് പറഞ്ഞ് ക്ലിയർ ചെയ്ത് ബിനു സാറ്, അങ്ങനെ ഒത്തിരി പേര് നമ്മുടെ ലൈഫിൽ ലൈറ്റ്സായിട്ട് തെളിഞ്ഞപ്പോൾ നമ്മുടെ വിഷൻ ഭയങ്കര വലുതായി ചെറുപ്പത്തിലെ തന്നെ. പക്ഷേ ഇതിനൊക്കെ തിരിച്ചടി ഉണ്ടാവുകയാണ് ഒരു മൊമെൻറ്റിലെത്തിയപ്പോൾ. എന്തായിരുന്നു തിരിച്ചടി? എനിക്ക് ഞാൻ എൻ്റെ കസിനും കൂടി ബൈക്കിൽ ട്രിപ്പ് പോയിരുന്നു മൂന്നാർ. ബൈക്ക് സ്കിഡായിട്ട് ഞാൻ ബസ്സിൻ്റെ അടിയിലേക്ക് തെറിച്ചു പോയി. അത് വളരെ വലിയൊരു ഇഞ്ചുറി ആയിരുന്നു. അറൗണ്ട് 6 റിബ്സ്, 6 റിബ് ഒടിഞ്ഞു, നെക്ക് ബ്രേക്കായി, ലെഫ്റ്റിന് ഇഞ്ചുറി, റൈറ്റ് റിസ്റ്റ് ഇഞ്ചുറി, റൈറ്റ് ലെഗ് പാരലൈസ്ഡ് ആയിപ്പോയി, സ്പൈൻ ക്രഷായിട്ട് അതിൻ്റെ ഉള്ളിൽ സ്ക്രൂഡ് ഉണ്ടാവും. ഡോക്ടർ നടക്കണ കേസൊക്കെ നമുക്ക് നോക്കാം പയ്യെ. പാരലൈസ്ഡ് ആവുമെന്ന് പറഞ്ഞു. പാരലൈസ്ഡ് ആയി, ഓൾറെഡി റൈറ്റ് ലെഗ് പാരലൈസ്ഡ് ആയി. അവിടെ നിന്ന് 4-ാം ദിവസം ICUയിൽ നടന്നു.
മെഡിക്കൽ ടെസ്റ്റിലായിരുന്നു എൻ്റെ സർജറി എല്ലാം. ഓക്കെ. ഇത്രയും വലിയൊരു ആക്സിഡന്റ് പറ്റിയിട്ട് അതിൽ നിന്ന് 4-ാം ദിവസം എങ്ങനെ നടക്കാൻ പറ്റി? ഒരു മെഡിക്കൽ മിറാക്കിളായിട്ട് ഞാൻ അതിനെ കാണുന്നത്. എൻ്റെ അമ്മയുടെ പ്രാർത്ഥന, പിന്നെ ആരൊക്കെയോ ചെയ്തെന്തെങ്കിലുമൊക്കെ പുണ്യം നടക്കാൻ പറ്റി. ഒത്തിരി സ്ട്രെയിൻ ഉണ്ടായിരുന്നു അവിടെ. ലൈക്ക് ആ മൊമെന്റിൽ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഈ മാർഷൽ ആർട്സും ഫൈറ്റിംഗ് ക്ലബുകളും. വി നെവർ ഗിവ് അപ്പ്. എപ്പോഴെങ്കിലും ആശുപത്രി കിടന്നപ്പോൾ ഇനി തിരിച്ചു വരാൻ സാധിക്കില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല, തിരിച്ചു വരുമായിരുന്നു. അതായിരുന്നു 100%. ലൈഫിൽ എന്തൊക്കെ വന്നാലും നമ്മൾ ഒറ്റയ്ക്കാണ്. അത് തിരിച്ചു പിടിക്കേണ്ടത് 100% നമ്മുടെ തന്നെ റെസ്പോൺസിബിലിറ്റിയാണ്. ആരും ഇല്ലെങ്കിലും, ആരൊക്കെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. ഓക്കെ. ഈ ഡോക്ടേഴ്സ് പാരലൈസ്ഡ് ആവുമെന്ന് പറഞ്ഞിട്ട് പാരലൈസ്ഡ് ആവുന്നല്ല, പാരലൈസ്ഡ് ആയിരുന്നു. ഓക്കെ. കൈ അനങ്ങി തുടങ്ങി. അങ്ങനെ എത്ര നാളും കൂടെ നടക്കുന്ന ഡോക്ടേഴ്സ് പറഞ്ഞേ? 4 monthsലെല്ലാം ക്ലിയർ ആവുന്നതാണ്. 4 months ഞാൻ ചെക്കപ്പിന് പോകുമ്പോൾ ഞാൻ ജോഗിങ്ങിനും ഉണ്ട്. ഡോക്ടറെ ചെക്കപ്പിന് പോകുമ്പോൾ ബോഡി ഫുള്ള് ഏകദേശം ഒരു 48 സ്റ്റിച്ചസ് ഉണ്ട്. ബോഡി ഫുള്ള് 48 സ്റ്റിച്ച് വന്നു ബോഡിയിലുണ്ട് ഇപ്പോഴും. പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടില്ല. സ്പൈനൽ കോഡിലോ? അവിടെ എണ്ണി നോക്കിയിട്ടില്ല. എന്നാലൊരു 28 അത്ര സ്റ്റിച്ച് ഉണ്ടാവും ബാക്ക് ഫുൾ. മൊയ്ത്തായ് MMA ഇസ് പെയിൻ. ആ പെയിൻ ഇഷ്ടപ്പെട്ടാലാണ്, അത് ടോളറൻസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിലാണ് ഈ പ്രൊഫഷണലായിട്ട് ട്രെയിൻ ചെയ്യാമോ. ഇത്രയും ഇഞ്ചുറി പറ്റി, ഇത്രയും പെയിൻഫുൾ ആയിട്ടുള്ളൊരു മകനെ അമ്മ വീണ്ടും ഈ മാർഷൽ ആർട്സിലേക്ക് വിട്ടോ? സപ്പോർട്ട് ഇല്ലായിരുന്നു. ഇപ്പോൾ കോച്ചിങ് ലെവലിലും ഇപ്പം അക്സെപ്റ്റ് ചെയ്തു. ഇവൻ ഇതേ ചെയ്യത്തുള്ളൂ, ഇവൻ ഇനി എത്ര പറഞ്ഞിട്ടും കാര്യമില്ലാന്ന്. കാരണം ഒരിക്കലും അമ്മയ്ക്കെന്നല്ല ആർക്കും, ഫാമിലിയിൽ ആർക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കിടക്കാന്നൊക്കെ പറഞ്ഞാൽ ഒരു സുഖമില്ല. ഒരു കുട്ടി ജനിച്ചിട്ട് എങ്ങനെയാണോ ആ ഒരു ഇതിൽ നിന്നാണ്, അതായത് നേരെ കമല, ചെരിയ, പയ്യെ കയ്യൊത്ത് എണീക്കുക, ആ ഒരു ബേബി സ്റ്റെപ്സ് എൻ്റെ ലൈഫിൽ വീണ്ടും ഉണ്ടായിരുന്നു. ഒരു ജനിച്ചൊരു കുട്ടിക്ക് ചിലപ്പോൾ സ്വന്തം അമ്മ എന്തോരം സ്ട്രഗിൾ ചെയ്തു, ഒരു ഡൈപ്പർ മാറ്റുന്ന പോലും ഓർമ്മ പോലും ഉണ്ടാവില്ല. പക്ഷെ അതെനിക്ക് വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് എൻ്റെ ലൈഫിലുണ്ടായി. അപ്പം ഏകദേശം മനസ്സിലാവുമല്ലോ. തീർച്ചയായിട്ടും. ഈ ചെറിയ പ്രായത്തിൽ എനിക്ക് തോന്നുന്നു ഈ മെച്യൂരിറ്റി കിട്ടിയതും, അല്ലെങ്കിൽ ഇത്രയും വിഷൻ ട്രെയിനേഴ്സും കോച്ചസൊക്കെ പറഞ്ഞു തന്നതും പഠിപ്പിച്ചു തന്നതും ഇങ്ങനൊരു സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? തിരിച്ചു വന്നിട്ട് പിന്നെ എന്നാ ചെയ്തു? തിരിച്ചു വന്നു. ഞാനൊരു കോമ്പറ്റീഷന് പോയി. എൻ്റെ ഒരു സ്റ്റുഡൻ്റ് തന്നെ എന്നോട് പറഞ്ഞു, സ്പാർട്ടൻസ് പൂട്ടിയില്ലേ, ജോയ്സിന് വല്ല ജഡ്ജായിട്ടൊക്കെ ചെയറിലൊക്കെ ഇരിക്കും, ഇനിയൊന്നും പറ്റില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായി. അത് ഞാൻ കുറച്ച് റോങ് കാര്യങ്ങളൊക്കെ അവിടെ ഇവൻറ്റിൽ കാണിച്ചു. അപ്പം എനിക്ക് ഒത്തിരി വിഷമമായി. കൂടെ നിൽക്കേണ്ട ചിലവർ പറഞ്ഞു, ജോയ്സെ നീ പോയിന്ന് പറഞ്ഞ് നിൻ്റെ പേരിൽ മെമ്മോറിയൽ ചാമ്പ്യൻഷിപ്പ് നടത്താമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പറഞ്ഞു. അതെല്ലാം ശരിക്കും ഒരു ടച്ച് മൈ ഈഗോ. തിരിച്ചു വരുന്നില്ല. അന്ന് ഞാൻ പറഞ്ഞു, അടുത്ത ചാമ്പ്യൻഷിപ്പിൽ സ്പാർട്ടൻസ് ഇറങ്ങും, ഓവറോൾ ചാമ്പ്യൻസ് അടിക്കും. ഓവറോൾ ചാമ്പ്യൻസ് അടിച്ചില്ല എങ്കിൽ സ്പാർട്ടൻസ് പൂട്ടും, ഞാൻ ഈ പ്രൊഫഷനിലോട്ട് വരില്ല. വെല്ലുവിളിച്ചു. പക്ക അങ്കമാലിക്കാരാണ്. വെല്ലുവിളിച്ചു. അതിനുശേഷം ഒരു 8 times കണ്ടിന്യൂസ് ഓവറോൾ ചാമ്പ്യൻസ് ആയിരുന്നു. 8 വർഷം 8 വർഷമല്ല, 8 times. 8 times. കാരണം സൗത്ത് സോൺ വരും, സ്റ്റേറ്റ് വരും, കണ്ടിന്യൂസ് 8 times ഓവറോൾ ചാമ്പ്യൻസ് ആയിരുന്നു. ഈ കൂട്ടുകാരി സ്റ്റുഡൻറ്റിനോട് എന്നാ പറഞ്ഞു? സ്റ്റുഡൻറ്റിനോടൊന്നുമില്ല, വേറൊന്നും പറഞ്ഞില്ല. അധികമൊന്നും പഠിച്ചിട്ടാണോ ഇപ്പം ഞാൻ 2 കാലം നേരെ നിവർന്ന് നിൽക്കുന്നുണ്ട്. ഇനി നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നീ ചെയ്യ്, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാനും ചെയ്യാൻ. ആ സമയത്ത് എൻ്റെ സ്പൈനിലൊക്കെ ബെൽറ്റ് ഉണ്ടായിരുന്നു. സർജറി കഴിഞ്ഞ് 6 monthsലൊക്കെ കപ്പ് വീണ്ടും റേസ് ചെയ്യണേ. അപ്പം ഈ പാഡൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി പെയിനാണ്. ആ പെയിൻ ശരിക്കും ബാക്കിലോട്ട് അറിയും. സ്റ്റുഡൻസ് ഹിറ്റിൻ്റെ ഇത് ലെവൽ കുറയ്ക്കുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം പിടിക്കും, ഒന്നുകൂടി സ്ട്രെയിൻ കൂടും. അപ്പോൾ അവിടെ നിന്ന് ബിൽഡ് ചെയ്ത ടീമായതുകൊണ്ട് ഇവർക്ക് അറിയാം അത്ര പെയിൻ എടുത്തിട്ട് കോച്ച് ട്രെയിൻ ചെയ്യണേ. അപ്പോൾ അവരെനിക്ക് 100% തരും. ആ സ്റ്റുഡൻസിനോട് കാണിച്ച സ്നേഹം അവർ തിരിച്ചു തരും.
അങ്ങനെ സ്പാർട്ടൻസ് 8 തവണ കപ്പടിച്ച് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഒക്കെ അടിച്ച് തോക്കാൻ മനസ്സില്ല എന്ന് നാട്ടുകാരെയും നമ്മളോട് നോ പറഞ്ഞ് എല്ലാവരെയും പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്ത് തിരിച്ചു വരികയാണ്. ആ യാത്ര പിന്നെ എങ്ങോട്ടായിരുന്നു? ആ യാത്ര നമ്മൾ എന്തോരം ഡെവലപ്മെൻറ്റ് ചെയ്യും തോറും നമ്മൾ ഇഷ്ടമല്ലാണ്ടായിരിക്കും കുറേ പേർക്ക്. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ ഫെഡറേഷൻ എന്നെ പോയിൻ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ നമ്മളെ കുറച്ച് പേര് നമ്മളോട് പറഞ്ഞു, അതായത് സ്ഥാനമാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഏറ്റവും കൂടുതൽ ചാമ്പ്യൻഷിപ്പിൽ പേരും എല്ലാ റാങ്കിങ്ങും ഞങ്ങൾക്ക് കയറിയതുകൊണ്ട് ജോയ്സ് ഇവൻസിനൊന്നും വരണ്ട, കുട്ടികളെ അയച്ചാൽ മതി എന്ന ലെവലിലേക്ക് സംസാരിച്ച് തുടങ്ങി. ഫെഡറേഷനായിട്ട് പ്രശ്നം വന്നുകൊണ്ട് ഞാൻ പറക്കാൻ തീരുമാനിച്ചു. നേരെ എൻ്റെ ഫ്യൂച്ചർ ഗ്രോത്തിനും എല്ലാത്തിനും ഞാൻ ഒമാനിലോട്ട് ഫ്ലൈ ചെയ്തു, അബ്രോഡ് ചൂസ് ചെയ്തു. ആ കൺട്രിയിൽ ഫെഡറേഷന് ഇതുണ്ടായിരുന്നില്ല, അഫിലിയേഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡയറക്റ്റ് ഞാൻ വേൾഡ് ഫെഡറേഷനിൽ നിന്ന് അഫിലിയേഷൻ അപ്ലൈ ചെയ്ത് കിട്ടി, ഒമാൻ കൺട്രിയുടെ ഹെഡായി. ആ സമയത്ത് വേൾഡിലെ ഏറ്റവും യങ്ങസ്റ്റ് കൺട്രി ചീഫായി. ഓക്കെ, അപ്പോൾ അതൊരു ചെറിയ റിവെഞ്ച് ആണ് ലൈഫിലെല്ലാം തന്നെ, ചെറിയ റിവെഞ്ചിന്റെ ഉപരി എൻ്റെ സെൽഫ് ഡെവലപ്മെന്റ്. ഇന്ത്യയിൽ നിന്നാൽ നമുക്ക് ഒരിക്കലും ചിലപ്പോൾ ഒരു സമ്മതിക്കില്ല നമുക്ക് ക്വാളിഫിക്കേഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കോച്ച് സർട്ടിഫിക്കേഷൻ ചെയ്തു. മൊയ്ത്തെ 4 ഫെഡറേഷനിൽ നിന്ന് ഇൻ്റർനാഷണൽ ക്വാളിഫൈഡ് റഫറി ആയി പ്രൊഫഷണൽ ലെവലിൽ. ഇപ്പം ഞാൻ റഫറീസിന് ട്രെയിൻ ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ. MMA ഇൻ്റർനാഷണൽ ലെവലിൽ സർട്ടിഫൈഡ് റഫറി ആയി. അതെല്ലാം പുറത്ത് പോയോണ്ടും MMA പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല, ഒത്തിരി സപ്പോർട്ടാണ് നമ്മുടെ ഫെഡറേഷൻ. എന്തൊക്കെ വന്നാലും നമുക്ക് നമ്മുടെ കൺട്രിയെ വലുത്. പക്ഷേ ഈ കൺട്രീനെ എത്രമാത്രം സ്നേഹിച്ചാലും നമുക്കൊരു ബാക്കിലാണ് സീറ്റ് എപ്പോഴും. അറബ്സ്, യൂറോപ്യൻ അറബ്സ്, GCC. അപ്പോൾ ഒരു GCCയുടെ ഹെഡായിട്ടിരിക്കുമ്പോൾ ഇന്ത്യയുടെ ചെയർ ബാക്കിലായിരിക്കും, GCCയുടെ ചെയർ ഫ്രണ്ടിലായിരിക്കും. അപ്പം ആ ഒരു ആളോടുള്ള റിവെഞ്ച് എന്ന രീതിയിൽ വ്യക്തിയോട് ഒരിക്കലും എൻ്റെ കൺട്രി കഴിഞ്ഞിട്ട് എനിക്ക് ലോകത്തെന്ന് തോന്നും ഒന്ന് ഫ്രണ്ട്ലി ചെയ്യുമ്പോൾ ഒരു സുഖം കിട്ടി, ഒരു സന്തോഷം. സീറ്റ് റിവെഞ്ച് നമ്മുടെ വീടിനായിരിക്കും കുറച്ചുകൂടി വാല്യൂ. പിന്നെ ഈ പൊളിറ്റിക്സ് ആണ് ഇന്ത്യയിലേക്ക് മെഡൽസ് വരെ ഭയങ്കര കുറവായിരുന്നു ആ ടൈമിൽ. ഈ ഒമാൻ ജീവിതം എത്ര നാൾ കണ്ടിന്യൂ ചെയ്തു? അതേ നാളെ നിൽക്കാൻ പറ്റില്ല. എന്നാ പറ്റിയേ? ഒന്നും നമുക്ക് അവിടുത്തെ കാര്യങ്ങളായിട്ടൊന്നും ഒത്തുപോകാൻ നമുക്ക് പറ്റില്ല. പിന്നെ കോവിഡ് നന്നായിട്ട് നമ്മളെ ഹിറ്റ് ചെയ്തു. പിന്നെ എൻ്റെ ഗ്രാൻഡ് മദർ മരിച്ചിട്ട് എനിക്ക് നാട്ടിലോട്ട് വരാൻ പറ്റിയില്ല. നമുക്കൊരിക്കലും ആ ഒരു കൺട്രിയിൽ ഫുൾ ടൈം നിൽക്കാനായിട്ട് എനിക്ക് നമ്മുടെ രാജ്യം വിട്ട് പോകാൻ ഒട്ടും താല്പര്യമില്ല. എവിടെ വന്നാലും നമ്മൾ സെക്കൻഡ് പേഴ്സൺ ആണ്. തീർച്ചയായിട്ടും. എത്ര വ്യക്തിപരമായിട്ട് എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ കൺട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രി തന്നെയാണല്ലോ. ഓഫ് കോഴ്സ്. ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. പക്ഷെ അപ്പോഴേക്കും ഞാൻ കുറച്ച് ഫിനാൻഷ്യലൊക്കെ കുറച്ച് ബ്രോക്കായിരുന്നു. ആ സമയത്ത് എന്നെ ലിഫ്റ്റ് ചെയ്ത് പിടിച്ച എൻ്റെ ഒരു ബെസ്റ്റ് ക്ലോസ് ഫ്രണ്ടാണ് എജിൻ. ആളാണ് പറയണത് നമുക്ക് ജിമ്മ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ ഞങ്ങൾ പണിത് വന്നപ്പോൾ ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് ജിം ആയിട്ട്. എവിടെയാണ് വരുന്നത്? കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ കാക്കനാട് സൺറൈസ് ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട്. ബോർഡൊന്നുമില്ല? ബോർഡ് അകത്തുണ്ട്, അതിൻ്റെ ബോർഡൊന്നും ഇല്ല. ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ വരും. സ്പാർട്ടൻസ്. ആണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ MMA അക്കാദമി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഏത് വർഷം? 2 years back. 2023 August 27. ഓക്കെ. എത്ര കുട്ടികളെ എക്സ്പെക്ട് ചെയ്തിട്ടാണ് നിങ്ങൾ ആ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ അക്കാദമി? മെയിനായിട്ട് ഞങ്ങളുടെ ജിമ്മ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫൈറ്റേഴ്സിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ തന്നെയാണ് സെൽഫ് ഡിഫെൻസും ഫിറ്റ്നസ്സും. ഏറ്റവും ബെസ്റ്റ് അത്ലറ്റ്സിനെ ജിമ്മ് തുടങ്ങി 1 വർഷത്തിനുള്ളിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് 2 മെഡൽസ് വന്നു, 2 പേരെ കൊണ്ടായിട്ട്. ഒരെണ്ണം ഒരു പ്രൊഫഷണൽ ബെൽറ്റ് ഫസ്റ്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ്. എൻ്റെ സ്റ്റുഡൻ്റാണ് ജോസഫ് അലാൽഷ്യ. രണ്ടാമത് മെഡൽ സിൽവർ വന്നത് പ്രൊഫഷണൽ തന്നെ ബികാസ് നാര. രണ്ടും നമ്മുടെ അക്കാഡമിയിൽ നിന്നാണ്. ഫസ്റ്റ് ഇന്ത്യൻ അച്ചീവ്മെൻറ്റ് ഈ 2 വർഷത്തിനുള്ളിൽ തന്നെ. ഫസ്റ്റ് ഇയറിൽ. ഓക്കെ. ഇന്ന് എത്ര ബ്രാഞ്ചസ് ഉണ്ട് സ്പാർട്ടൻസിന്? ഇപ്പോൾ ടോട്ടൽ 5 ജിംസ് ഉണ്ട്. എറണാകുളത്ത് മാത്രം 5 എണ്ണം ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ഈ 29 വയസ്സിനിടയിൽ എന്ത് ഫീൽ ചെയ്യുന്നു ജോയ്സിന്? ഇപ്പോഴും ഒന്നും എത്തിയിട്ടില്ല എന്ന് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു.
എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടല്ലോ ലൈഫിൽ ഒരുപാട് തിരിച്ചടികൾ, നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ മരണം, അല്ലെങ്കിൽ നമ്മൾ വേറൊരു കൺട്രിയിൽ പോയി അവിടെ നമുക്കുണ്ടായ തിരിച്ചടികൾ, നമുക്കുണ്ടായ ആക്സിഡൻറ്റ്, ഇല്ലെങ്കിൽ ഒന്നുമില്ലാതെ ഒരു സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങിയ ഒരു ബിസിനസ്സിനെ റൺ ചെയ്ത് ഇവിടം വരെ എത്തിച്ചു നിൽക്കുന്ന ഒരു മൊമെൻറ്റ്. ഒത്തിരി പേര് നമ്മുടെ ചാനൽ കാണുന്നുണ്ട്, ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, പ്രതിസന്ധികൾ വന്നിട്ട് നിന്ന് പോയേക്കുന്നവരുണ്ട്. ഇവരോട് ജോയ്സൺ എന്താ പറഞ്ഞു കൊടുക്കാനുള്ളത്? ഫസ്റ്റ്, നെവർ ഗിവ് അപ്പ്. 2, വലിയൊരു വിഷൻ മുമ്പിൽ കണ്ട് വർക്ക് ചെയ്യുക. വലിയൊരു വിഷൻ, ഒരു ബിഗ് ഡ്രീം, അതാണ് മെയിനായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ളത്. 100% നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ കാര്യം നോക്കേണ്ടത്. ആരോ പറഞ്ഞ പോലെ ദരിദ്രനായിട്ട് ജനിച്ചത് നിന്റെ തെറ്റല്ല, ദരിദ്രനായിട്ട് മരിക്കുന്നത് നിന്റെ തെറ്റാണെന്ന് പറയുന്നത് പോലെ. ഇഫ് യു വാണ്ട് ടു ഫ്ലൈ ലൈക്ക് ഈഗിൾ, ഡോണ്ട് സ്വിം വിത്ത് ഡക്സ്. നമ്മുടെ സർക്കിള് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ ഭയങ്കരമായിട്ട് ഉള്ളിൽ, ഇഫ് യു വാണ്ട് ടു ഫ്ലൈ ലൈക്ക് ഈഗിൾ, ഡോണ്ട് സ്വിം വിത്ത് ഡക്സ്. നമ്മളെന്ത് ഉദ്ദേശിച്ചാണോ അക്കാഡമി ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യുക, അതിന് തടസ്സമായ എല്ലാം വിടാം. ഇന്ന് ഈ 5 സ്ഥാപനങ്ങളോട് ചേർന്ന് എത്ര കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടാവും? പഠനത്തിൽ ടോട്ടൽ എൻട്രി ഒക്കെ നോക്കുകയാണെങ്കിൽ എങ്ങനെ വന്നാലും 5,000 അപ്പോൾ ഉണ്ടാവും. ഓ, 5000 വന്ന് പോയ, അതായത് ടോട്ടൽ 5 ജിംസ് ഉണ്ട്. ഓരോ ജിംസിൽ 300, 400 ഒക്കെ എൻട്രീസ് പോയാണ്. റെഗുലറായിട്ട് മാക്സിമം നമുക്കൊരു 1000 അത്രയൊക്കെ അടുത്ത് ഉണ്ടാവുള്ളൂ പറയാനാണെങ്കിലും. എന്നോട് ആദ്യം പറഞ്ഞു, ഒരുപാട് പേരിൽ നിന്ന് നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യും, പക്ഷെ തിരിച്ചു കിട്ടുന്നതൊക്കെ സങ്കടകരം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെന്ന്. ഇതിനൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാൻ സാധിക്കും? നമ്മളെല്ലാവരും അതെ, ലൈഫിൽ ഒരുപാട് എക്സ്പെക്റ്റേഷനിലാണ് ഓരോ ബന്ധങ്ങൾ തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഓരോ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഇവരോരോ കപ്പടിച്ചിട്ട് വരുമ്പോൾ അവരുടെ പേരൻസിനേക്കാൾ കൂടുതൽ സന്തോഷം നമുക്കായിരിക്കും. അതെ, തീർച്ചയായും. പക്ഷെ അവരായിരിക്കും ലൈഫിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പണി തന്നേക്കുന്നവർ. ഇത് എങ്ങനെ, ഈ ഒരു പ്രശ്നത്തെ, ഈ ഒരു തിരിച്ചടിയെ എങ്ങനെയാ ജോയ്സ് ഓവർകം ചെയ്യുന്നത്? നമ്മൾ ഫീഡ് ചെയ്ത്, നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ആ ഒരു സ്റ്റുഡൻസ്, അല്ലെങ്കിൽ ആ ഒരു വേറെ പല പേരുണ്ടാവും ഗ്രാബ് ചെയ്തെടുക്കാൻ. എന്തെങ്കിലും ഓഫർ കൊടുത്തോ. എൻ്റെ ഒരു കോച്ച് പറഞ്ഞ സംഭവമുണ്ട്, ചില ഡോഗ്സ് വലിയ എല്ല് കണ്ടാൽ പോയി ചാടിപ്പോയി പിടിക്കും. ചാടിപ്പോയി കടിക്കുമ്പോഴറിയണത് ആർട്ടിഫിഷ്യലാണോ ഒറിജിനലാണോ. അത് പോയി കടിച്ചിട്ട് തിരിഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് തിരിച്ചിങ്ങോട്ട് ആ ഒരു കൂട്ടിലോട്ടോ അല്ലെങ്കിൽ ആ ഒരു ഇതിലോട്ടോ വരാൻ പറ്റില്ല. അല്ലെങ്കിൽ തിരിച്ചുവിട്ടുണ്ടായിരുന്ന ചെറിയ നല്ല എല്ല് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, നല്ല നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഒരിക്കലും നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഇപ്പം ഇല്ല, മുമ്പുണ്ടായിരുന്നു, എന്തായാലും കൂടെ ഉണ്ടാവും, അതൊക്കെ വെറുതെ. ജീവിതം പഠിപ്പിച്ചു. ഒത്തിരി ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ് ഈ ഏജിൽ കിട്ടിയോണ്ട്. ചില കോച്ചസൊക്കെ എൻ്റെ അടുത്ത് പറയും, ജോയ്സ് നിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യ ഈ ഏജിൽ നിനക്ക് ഈ പണി കിട്ടിയത്. അവർ ചിലപ്പോൾ 40s 50s കിട്ടിയതായിരിക്കും, എനിക്കിപ്പോൾ 20s കിട്ടിയത്. അപ്പോൾ എൻ്റെ ലൈഫ് ഇനിയും ഒത്തിരി മുമ്പോട്ട് പോകാനുണ്ട്. ആ ഒരു വിഷനും എൻ്റെ ഡ്രീമും വളരെ വലുതാണ്. എന്താ ഡ്രീം ടു മേക്ക് ഇന്ത്യ വേൾഡ്സ് ബിഗ്ഗസ്റ്റ് മുയ് തായ് ആൻഡ് MMA ക്ലബ്. അതുപോലത്തെ വലിയ പ്ലാറ്റ്ഫോം ടു ബിക്കം ലൈക്ക് എ ഡൈനാവൈറ്റ്, ലൈക്ക് UFC പോലത്തെ ഒരു ഫൈറ്റ് പ്രൊമോഷൻ കമ്പനി. ഇന്ത്യയുടെ പേര് യശസ് ഉയർത്തുക, മേക്ക് അവർ നാഷണൽ പ്രൗഡ്. അതുപോലെ തന്നെ ഡ്രഗ്സ്, സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് ആൻഡ് ടെററിസം. ജോയ്സിൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ഫൈറ്റ് ലൈഫിലായിരുന്നോ റിങ്ങിലായിരുന്നോ? ഓഫ് കോഴ്സ് ലൈഫിലായിരുന്നു. എന്തായിരുന്നു ലൈഫിൽ? ഞാൻ പറഞ്ഞില്ലേ, നമ്മുടേതായ ഒരു സ്പേസിൽ. ഇപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ കിടക്കാണ്, നമ്മൾ ഒറ്റയ്ക്കാണ്, കൂടെ എത്ര പേരുണ്ടെങ്കിലും ആ പെയിനൊന്നും ആർക്കും ഷെയർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ അനുഭവിക്കേണ്ട ആ ഒരു പെയിൻ, ബോൺ ക്രഷ് ആവണേൻ്റെ ആ പെയിൻ, അതൊന്നും ആർക്കും നമ്മളെ ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. അതാണ് ലൈഫിലെ, ചിലപ്പോൾ മാനസികമായിട്ടായിരിക്കാം, ചിലപ്പോൾ ആ ഒരു ഇഞ്ചുറിയുടെ പെയിൻസ് ആയിരിക്കാം, അതെല്ലാം ആണ് ലൈഫിലെ ഏറ്റവും വലിയ പെയിൻ. അതിനെ ഓവർകം ചെയ്തു. ഓഫ് കോഴ്സ് നമുക്ക് ഓവർകം ചെയ്തുകൊണ്ടാണ് ഇനി സീറ്റിൽ ഇരിക്കുന്നത്. അതെ, നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നൊരു തോന്നലുണ്ടാവും. എന്ത് ഇതുണ്ടെങ്കിലും നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളെ തിരിച്ചു പിടിക്കുക എന്നുള്ളത്. ആരെയും കുറ്റം പറഞ്ഞിട്ട് പരിചയമായിട്ടൊന്നും യാതൊരു കാര്യമില്ല. നമ്മൾ ഈ ഞങ്ങളുടെ ആ ഒരു റീജിയൻ്റെ ഒരു ഇതുണ്ട്, അങ്കമാലി.
നമ്മൾ തന്നെ നോക്കണം. പക്ക ഭയങ്കര അച്ചായൻ വൈബിൽ നമ്മുടെ കാര്യം നമ്മൾ നോക്കണം. ആരും പരിചയമായിട്ടോ അയ്യോ എനിക്ക് അത് പറ്റിയതാണ് ഇത് പറ്റിയിട്ട് ഒരു നോ എക്സ്ക്യൂസ്. 100% നമ്മുടെ റെസ്പോൺസിബിലിറ്റി. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഒരു ഫൈറ്ററാണ് ലൈഫിൽ. എനിക്ക് തോന്നുന്നു സ്പാർട്ടൻസിന് മുന്നേ ഡു ഓർ ഡൈ തുടങ്ങാൻ ഒരു റിവെഞ്ചിൻ്റെ കഥയുണ്ട്, അല്ലെങ്കിൽ ഒമാനിൽ പോകാൻ ഒരു വ്യക്തിയോടുള്ള ബുദ്ധിമുട്ടിൻ്റെ കഥയുണ്ട്, സ്പാർട്ടൻസ് തുടങ്ങാൻ ഇതുപോലൊരു സ്റ്റോറിയുണ്ട്, കുട്ടികളെ കരിയറിൽ അവരെ ഡെവലപ്പ് ചെയ്യാൻ ഒരു കഥയുണ്ട്. ഒരു ഫൈറ്റർക്ക് തോന്നുന്ന എല്ലാവിധ റിവെഞ്ചും, ഒരു റിങ്ങിൽ കാണിക്കുന്ന എല്ലാ റിവെഞ്ചും ലൈഫിൽ കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇങ്ങനെ നമ്മുടെ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നതിനോട് എന്താ താല്പര്യം, എന്താണ് അഭിപ്രായം? കുട്ടികളൊരു റിവെഞ്ചിൽ പഠിപ്പിക്കുന്നതിനെ കുറിച്ച്. റിവെഞ്ച് അല്ല, ഒരു കോമ്പറ്റീഷൻ മൈൻഡ് സെറ്റ് നല്ലതാണ്. ആരെയും പക പോക്കാനോ ഒരാളെ ഉപദ്രവിക്കാനോ ഒരിക്കലും ട്രെയിൻ ചെയ്തതെന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ സെൽഫ് ഡിഫെൻസ് ലെവലിൽ നോക്കുമ്പോൾ നമ്മുടെ 100% നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മുടെ കാര്യം നോക്കാമെന്നുള്ള നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, അതൊരു ഓപ്ഷനല്ല. അതുപോലെ തന്നെ ഒരു ഭയങ്കര മോശം അവസ്ഥയിൽ നിന്നാണ് നിങ്ങൾ തുടങ്ങുന്നത്. നിങ്ങൾ ചിലപ്പോൾ വിൻ ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ അവരെല്ലാവരും AC ക്ലബിൽ നിന്നും അല്ലെങ്കിൽ AC ജിമ്മിൽ നിന്നും ട്രെയിൻ ചെയ്ത് വെൽ എക്യുപ്ഡ് ട്രെയിൻ ചെയ്ത് വരുമ്പോൾ നിങ്ങളൊരു ഗ്രൗണ്ടിൽ പാരകണ്ട ചെരുപ്പ് വെച്ചിട്ടും അല്ലെങ്കിൽ ഒരു ഓപ്പൺ ഗ്രൗണ്ടിൽ ട്രെയിൻ ചെയ്ത് തുടങ്ങി. അതൊരു ബിസിനസ്സിന്റെ തുടക്കമായിരുന്നു. ബിസിനസ്സായിട്ടല്ല തുടങ്ങിയത്, പക്ഷെ അതൊരു ബിസിനസ്സിന്റെ തുടക്കമായിരുന്നു. ബിസിനസ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നമ്മുടെ ഒരു പാഷനായിരുന്നു, നമ്മളൊരു ആത്മാവാണ്. ഇറ്റ്സ് മൈ സോൾ. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഇങ്ങനെ പോകുമ്പോൾ അതിനെ നമ്മൾ പയ്യെ ഓരോ സ്റ്റേജിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തു. നമ്മൾ വീടിൻ്റെ ചെറിയ സ്പേസിൽ നിന്ന് മാറി, പിന്നെ അവിടെ നമ്മളൊരു ഹോം ജിം കോൺസെപ്റ്റിലേക്ക് വന്നു. പിന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ MMA ജിമ്മ് കേരളത്തിൽ കാക്കനാട് സ്റ്റാർട്ട് ചെയ്തു. അതൊരു കോടികളുടെ പ്രൊജക്റ്റ് ആയിരിക്കാം. അപ്പോൾ എപ്പോഴും ഇങ്ങനൊരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് റിട്ടേൺ കിട്ടിയപ്പോഴാണോ, അതോ നമ്മളൊരു കൊച്ചു പോയി ഒരു കപ്പടിച്ചിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഒരു പ്രൗഡ് മൊമെന്റ് തോന്നിയേക്കുന്നത്? പ്രൗഡ് മൊമെന്റ് നമ്മുടെ കൺട്രിക്ക് വേണ്ടി ചെയ്തല്ലോ എന്നുള്ള സന്തോഷമുള്ളൊരു പ്രൗഡ് മൊമെൻ്റ് ഉണ്ട്. പക്ഷെ അതിനേക്കാളും മേക്ക് അതേഴ്സ് ലൈഫ് കളർഫുൾ. എൻ്റെ അടുത്തൊരു സ്റ്റുഡൻറ്റിൻ്റെ സിസ്റ്റർ വന്നു എന്നെ കാണാനായിട്ട്. പൊതുവേ ഞാൻ ഫാമിലികളായിട്ട് ഒരുപാട് ഇൻട്രാക്ട് ചെയ്യാറില്ല സ്റ്റുഡൻസിൻ്റെ. എന്നെ ഒന്ന് ഓഫീസിൽ നിന്ന് കണ്ടു, എൻ്റെ കൈക്കൊക്കെ ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്തിട്ട് വന്നു. ഇപ്പം എൻ്റെ ബ്രദർ ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്യണില്ല, ഫാമിലിയൊക്കെ നന്നായി നോക്കുന്നുണ്ട്. ഒത്തിരി ഞങ്ങളുടെ ഫാമിലി ഇപ്പോൾ രക്ഷപ്പെട്ടു ക്ലബിൽ വന്നതിന് ശേഷം. അതാണ് എനിക്ക് കുറച്ചും കൂടി, അതായത് നമ്മുടെ കൺട്രിക്ക് മെഡൽസിൻ്റെ കൊടുത്തതിനേക്കാളും ചിലപ്പോൾ എനിക്ക് ഒരു ഭയങ്കര സന്തോഷമായിട്ട് തോന്നി എനിക്ക് എൻ്റെ മൊമെൻറ്റ്. നമ്മുടെ ഫ്ലാഗ് പൊങ്ങുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമുണ്ട്, അതുപോലെ തന്നെ ഈക്വലൻ്റ് വെക്കാൻ പറ്റിയൊരു സന്തോഷമായിട്ടൊരു മൊമെൻ്റ് ആയിരുന്നു അത്. നമ്മുടെ ഫ്ലാഗ് പൊങ്ങുമ്പോൾ നമുക്ക് കയ്യിൽ രോമാഞ്ചം വരും. ഈ മൊമെന്റ് വന്നപ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാവും. ആകെ ഒന്ന് മിലിറ്ററിക്കാർക്കും സ്പോർട്സ് പേഴ്സണും മാത്രമാണ് ഈ കിറ്റിൽ ഇന്ത്യൻ ഫ്ലാഗ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഒരു കാര്യമൊക്കെ നമുക്ക് ഈ ഒരു ഇതിൽ പറയാം, ചിലപ്പോൾ ഒരു സ്വാമി വിവേകാനന്ദനെ നമ്മുടെ ക്ലബ്ബിൽ നിന്ന് ഉണ്ടാക്കാൻ ചിലപ്പോൾ പറ്റില്ല, പക്ഷെ ഒരിക്കലും ഒരു ഹിറ്റ്ലർ ഉണ്ടാവില്ല. അതാണ് നമ്മുടെ കോൺഫിഡൻസ്. ഒരു ഫൈറ്റർക്ക് വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റീസ് എന്തായിരിക്കും? ഡിപ്പെൻസ്. ഫസ്റ്റ് നല്ലൊരു ഹേർട്ട് വേണം, നല്ലൊരു ചങ്കൂറ്റം ഹേർട്ട്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. പിന്നെ അഡമൻ്റ് അറിയണം, ഒരിക്കലും ഞാൻ തോറ്റു കൊടുക്കില്ല, നെവർ ഗീവ് ആറ്റിറ്റ്യൂഡ്. ഇത് രണ്ടുണ്ടെങ്കിൽ തന്നെ ബാക്കി ട്രസ്റ്റ് യുവർ കോച്ച്, ആ പ്രോഗ്രസ്സിനെ വിശ്വസിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക. അതുണ്ടെങ്കിൽ ബാക്കിയെല്ലാം വഴിയായിക്കോളും. ഓക്കെ. അതുപോലെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യം ചോദിക്കാം. ഒരു ഫിറ്റ്നസ് ട്രെയിനർ അല്ലെങ്കിൽ ഒരു കോച്ച് എന്നൊക്കെ പറയുമ്പോൾ ആളുകളുടെ മനസ്സിൽ, ഇപ്പം ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് ക്യാമറ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആളുകളുടെ മനസ്സിൽ ഒരു 6 പാക്ക് ആയിട്ടിരിക്കുന്ന ഭയങ്കര ബോഡി ബിൽഡർ ആയിട്ടുള്ള ഒരു കോച്ചിനെ എക്സ്പെക്ട് ചെയ്തിരിക്കുമ്പോഴാണ് ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് ബോഡി സ്ട്രക്ചറിൽ നിന്ന് വേറൊരാളെ കാണുന്നത്. അപ്പം ആ ഒരു ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ടോ? ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സിനെ എന്നെ ചീത്ത പറയാറുണ്ട്. എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ ആക്സിഡൻറ്റിന് ശേഷമാണ് ഞാൻ കുറച്ച് വണ്ണം വെച്ചത്. പിന്നെ 6 പാക്ക് ഭയങ്കര മസിക്കലും അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് ബോഡിക്ക് വേണ്ട 3 ക്വാളിറ്റീസാണ്: സ്റ്റാമിന, സ്ട്രെങ്ത്, ഫ്ലെക്സിബിലിറ്റി. ഇത് 3 ഈക്വൽ ചെയ്ത് പോയാലാണ്. സ്റ്റാമിന, സ്ട്രെങ്ത്, ഫ്ലെക്സിബിലിറ്റി, ഇത് 3 പോകണം.
അത് മൂന്നും ഉണ്ട്. ആ 3 എനിക്ക് ഇച്ചിരി വണ്ണം വെച്ചിരിക്കണമെന്നേ ഉള്ളതല്ലേ. ബാക്കിയൊന്നിനും ഒരു കുഴപ്പമില്ല. ജോയ്സ്, ഞാനൊരു സാധാരണക്കാരായ അമ്മയാണ്. നാളെ എൻ്റെ കൊച്ചു വന്നിട്ട് ഫുട്ബോളിന് താല്പര്യമുണ്ട്, ക്രിക്കറ്റിന് താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അവനെ അതിൻ്റെ ട്രെയിനിങ്ങിന് വിടും. പക്ഷെ അവനൊരു മാർഷൽ ആർട്സ് അല്ലെങ്കിൽ ഒരു ഫൈറ്റിംഗ് ക്യാമ്പിൽ പോകണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാനൊന്ന് സംശയിച്ചേക്കാം. എന്നെപ്പോലെ ചിന്തിക്കുന്ന ഒരുപാട് പേരൻസ് ഉണ്ട്. ഇതത്ര സേഫ് അല്ല, കുട്ടികളുടെ ലൈഫിന് അത്ര സേഫ് അല്ല, അല്ലെങ്കിൽ ഇതൊരു കരിയറായിട്ടോ പ്രൊഫഷനായിട്ടോ ചൂസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ചിന്തിക്കുന്ന പേരൻസ് ഉണ്ട്. അവരോട് എന്താ ജോയ്സിന് പറഞ്ഞു കൊടുക്കാനുള്ളത്? സയൻറ്റിഫിക്കലി എനിക്ക് പറയാനുള്ള കാര്യം, ഒരു പഞ്ച് നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരിക്കാം അത് വരുന്നുണ്ട്, നമ്മുടെ ബ്രെയിൻ അതിന് വേണ്ടി അഡോപ്റ്റ് ആവും. ഒരു ആക്സിഡൻറ്റ് വരുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് നമ്മുടെ മുമ്പിൽ ആ മസിൽ മെമ്മറി വരുന്ന പോലെ ബ്രേക്ക് നമ്മൾ അപ്ലൈ ചെയ്യും. കാറാണെങ്കിലും ബൈക്കാണെങ്കിലും ബ്രേക്ക് അപ്ലൈ ചെയ്യും. അത് മാർഷൽ ആർട്സ് അതെല്ലാം പറഞ്ഞ് തന്നിട്ടാണ് ട്രെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് സേഫാണ്. പിന്നെ എന്തിലും ഇഞ്ചുറി ഉണ്ട്. ഫുട്ബോളിൽ ടർഫിൽ കളിച്ച് ഞാനൊരു 50 കേസ് പറഞ്ഞുതരാം. നമുക്ക് റീഹാബ് സെൻ്റർ ഉണ്ട്, ക്ലബ്ബിൽ തന്നെ നമുക്ക് ഫിസിയോയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫുട്ബോളിൽ ടർഫിൽ ഇഞ്ചുറി ആയിട്ട് MCL, ACL, ലിഗ്മെൻറ്റ് ടയർ എല്ലാം വന്ന ഒത്തിരി കേസുകളുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മാർഷൽ ആർട്സ് കുറച്ചുകൂടി സേഫാണ്. പിന്നെ സെൽഫ് ഡിഫെൻസ് ഒരിക്കലും ഓപ്ഷനല്ല, അത് അവരെ നോക്കുന്നത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ ഒത്തിരി ഇതിനകത്ത് ഞാൻ റിപ്പീറ്റ് ചെയ്തു, വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് പാരൻസിനോട്. ഏതെങ്കിലും സിറ്റുവേഷൻസിൽ ലോക്കായാൽ ഫുട്ബോൾ കളിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റും, തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഹാർട്ട് കാണിക്കേണ്ടടുത്ത് നമ്മൾ ഹാർട്ട് കാണിക്കാം. പിന്നെ ഈ സ്പോർട്ടിലോട്ട് വരുമ്പോൾ ചിലപ്പോൾ ഒരു ഫൈറ്റ് തോറ്റാൽ പിറ്റേ ദിവസം നമുക്ക് നല്ലൊരു സെൽഫി എടുക്കാൻ പറ്റില്ല. ഫുട്ബോൾ തോറ്റാൽ കുഴപ്പമില്ല, പിറ്റേ ദിവസം തിരിച്ച് സെൽഫി എടുക്കാൻ പറ്റും. MMA സംബന്ധിച്ച് അണ്ടർ 18 ഫേസിലോട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. സോ ഇറ്റ്സ് സേഫ്. ഇപ്പം എൻ്റെ ഒരു ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ, ഞാൻ പഠിക്കുന്ന ടൈമിൽ ബസ്സിൽ കയറിയപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങി പറഞ്ഞപ്പോൾ എന്നെ കണ്ടക്ടർ തള്ളി. അപ്പോൾ ഞാൻ റോഡിൽ വീണു. അപ്പോൾ ഞങ്ങൾ MMA ചെയ്യുന്ന ബ്രേക്ക് ഫോൾ ഉണ്ട്, വീഴുമ്പോൾ ചെയ്യണത്, അത് ഞാൻ അപ്ലൈ ചെയ്തു. അത് നമ്മുടെ ഹെഡ് ഇങ്ങോട്ട് വെച്ചിട്ടായിരിക്കും. അത് സാധാരണക്കാരൻ ഒരാൾ വീണാൽ നേരെ ബാക്ക് അടിച്ച് ഇഞ്ചുറി ആയി മേ ബി ഡെത്ത് വരെ സംഭവിക്കാം. അപ്പോൾ ഈ ഒരു മാർഷൽ ആർട്സ് ചെയ്ത ഗുണം കൊണ്ട് എൻ്റെ കയ്യിൽ കുറച്ച് തൊലിയേ പോയുള്ളൂ. ഓക്കെ, അത് ചിലപ്പോൾ ഒരു ക്രിക്കറ്റ് പ്ലെയറോ ഫുട്ബോൾ പ്ലെയറോ വീണാൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ശരിയാണ്, റൈറ്റ്? സോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ പണ്ട് നമ്മൾ പറയുമായിരുന്നു നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾ സേഫ് അല്ല, രാത്രി ഒറ്റയ്ക്ക് നടക്കാൻ സേഫ് അല്ല. പക്ഷെ ഇന്ന് പെൺകുട്ടികളെന്നില്ല, പെൺകുട്ടികളും ആൺകുട്ടികളും ജെൻഡർ വ്യത്യാസം ഇല്ലാതെ സേഫ് അല്ലാത്തൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ ജീവിച്ചു പോകുന്നത്. ഓരോ ദിവസവും പത്രത്തിൽ വരുന്ന വാർത്തകൾ നമ്മളെ ഞെട്ടിക്കുന്ന വാർത്തകളാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഈ മാർഷൽ ആർട്സ് അല്ലെങ്കിൽ സെൽഫ് ഡിഫെൻസ് കുട്ടികളെ പഠിപ്പിക്കുന്നതിൻ്റെ പ്രസക്തി എത്രത്തോളം ഉണ്ട്? സേഫ് അല്ല എന്ന് പറയുന്നതിൻ്റെ മെയിൻ കാരണം നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം ക്ലിയർ അല്ല. നമ്മൾ ടീച്ച് ചെയ്യുമ്പോൾ തന്നെ മാർഷൽ ആർട്സ് ട്രെയിൻ ചെയ്യുന്ന ഒരു കുട്ടിക്ക് എപ്പോഴും കോൺഫിഡൻസ്ഡ് ആയിരിക്കും. സെൽഫ് ഡിഫെൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മുടെ നോട്ടത്തിലാണ്. നമ്മളൊരാൾ ഞോണ്ടുമ്പോൾ ശരിക്കും നമുക്ക് നമ്മുടെ ഫേസ് ഒന്ന് ഹാർഡായിട്ട് വെച്ചാൽ തന്നെ ചിലപ്പോൾ അവർ അത് നിർത്തും. 2 മേക്ക് സൗണ്ട്. ഇത് ട്രെയിൻ ചെയ്താലേ പറ്റുള്ളൂ. നമ്മൾ ഈ 1 ഡേ വർക്ക്ഷോപ്സ് കാര്യങ്ങളൊന്നും നമ്മൾ സ്പാർട്ടൻസ് കണ്ടക്ട് ചെയ്യാറില്ല. നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാറുണ്ട് കോളേജസിലും സ്കൂൾസിലും, ഒരു അവയർനെസ്. ഒരു ദിവസം സെൽഫ് ഡിഫെൻസ് ക്യാമ്പ് കൊണ്ടോ സെമിനാർ കൊണ്ടോ ഒരിക്കലും അതൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇത് ട്രെയിൻ ചെയ്ത് ഇതൊരു മസിൽ മെമ്മറിയായിട്ട് വരണം. അങ്ങനെ വന്നാൽ സേഫാണ്. ഓക്കെ, അതിന് പ്രസക്തിയുണ്ട്. പഠിച്ചിരിക്കണം കുട്ടികൾ കുറച്ചൊക്കെ പഠിച്ചിരിക്കണം. ഇങ്ങനെ ഇപ്പോൾ സ്കൂളുകളിലൊക്കെ കുറേ ഈ സെൽഫ് ഡിഫെൻസ് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു മസിൽ മെമ്മറി ആയിരിക്കണം. ആഴ്ചയിൽ 1 ദിവസമോ 2 ദിവസമോ ട്രെയിൻ ചെയ്തിട്ട് കാര്യമില്ല. ക്ലാസ്സിൽ പോയാൽ അല്ലെങ്കിൽ വീട്ടിൽ വന്നാലും അവർ ട്രെയിൻ ചെയ്യണം എല്ലാ ദിവസവും. നമ്മുടെ അക്കാഡമി 6 days ഉണ്ട്. ഓക്കെ, സൺഡേ മാത്രമല്ല. 6 ദിവസം പണിയെടുക്കുക, 7-ാം ദിവസം വിശ്രമിക്കുക എന്ന് പറഞ്ഞ കർത്താവിൻ്റെ പാറ്റേൺ ആണോ? ആ പാറ്റേൺ അല്ല, നമുക്കൊരു ഓഫ് വേണ്ടേ. അങ്ങനെ. ഓക്കെ, എന്താണ് സ്പാർട്ടൻസിൻ്റെ ഫ്യൂച്ചർ? ഫ്യൂച്ചർ നല്ല ഇവൻറ്റ്സ് കണ്ടക്ട് ചെയ്യുക, ഒത്തിരി നല്ല ഫൈറ്റേഴ്സിനെ, നേരത്തെ പറഞ്ഞ ഫൈറ്റേഴ്സ് മാത്രമല്ല, നല്ല ഒരു തലമുറ ഡ്രഗ് ഫ്രീ. ഞങ്ങളുടെ മെയിൻ ഒരു വിഷനാണ് സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് ആൻഡ് ടെററിസം. നമ്മുടെ അക്കാഡമി കയറുമ്പോൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, മേക്ക് അവർ നാഷൻ പ്രൗഡ്. നല്ലൊരു തലമുറയെ വാർത്തെടുക്കുക, ഫിറ്റായ ഒരു തലമുറ, മെന്റലി ഫിസിക്കലി. അപ്പം അതിനു വേണ്ടിയുള്ള ഉദ്യമത്തിലാണ്. ആണ്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ എനിക്കൊന്ന് കൊച്ചിയിൽ മാത്രം
ഒരു 5 ഷോപ്സ് ഉണ്ടെങ്കിൽ അത് കൊച്ചിയിൽ മാത്രമാണ് നമ്മുടെ എല്ലാ ജിമ്മുകളും വരുന്നത്, MMA അക്കാദമീസ് വരുന്നത്. എന്താണ് ഫ്യൂച്ചറിൽ എവിടേക്കാണ് പ്ലാനിങ്സ്? പനമ്പള്ളിയിൽ നമ്മുടെ ഒരെണ്ണം ഓഫീസും ജസ്റ്റ് ഒരു ഫിറ്റ്നസ് ലെവലിൽ ഹൈ ലെവലിൽ തന്നെ ഫൈറ്റ് പ്രൊമോഷൻ കമ്പനിയുടെ ഒരെണ്ണം അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂർ, തൃശ്ശൂർ, കൊടുങ്ങല്ലൂർ അവിടെ എല്ലാം ഇപ്പോൾ ഏകദേശം റെഡിയാണ്. ചെല്ലണം. എന്തായാലും ഈ ഒരു മന്ത് കുറച്ച് റഷാണ്. അത് കഴിഞ്ഞിട്ട് അപ്പൊ നമുക്ക് ബാംഗ്ലൂർ ഉണ്ടാകും, കൊച്ചിയിലുണ്ടാവും. ബാംഗ്ലൂർ 2 ഉണ്ടാവും. അപ്പൊ ബാംഗ്ലൂർ 2 ആകും, കൊച്ചിയിൽ 5 ആകും അല്ലേ? പനമ്പള്ളി കൂടെ വരുമ്പോൾ തൃശ്ശൂർ 2 ആകും. അപ്പൊ കേരളം മുഴുവൻ പെട്ടെന്ന് വളരട്ടെ, ഇന്ത്യ മുഴുവൻ പെട്ടെന്ന് വളരട്ടെ. വേൾഡ് ലെവൽ ഒരു 10 years. അപ്പോൾ നമുക്ക് 10 വർഷം കഴിഞ്ഞ് ഒന്നോടെ ഇരിക്കണം ഈ വേദിയിൽ. അപ്പൊ എത്ര വയസ്സാകും? 39-40 വയസ്സ്. അപ്പൊ ആ ഏജിൽ ഒന്നോടെ നമുക്ക് വന്ന് ഒരു അടിപൊളി കഥ പറയണം. തീർച്ചയായിട്ടും. അതെ. ഇനി എത്ര സ്റ്റാഫ് ഉണ്ടാവും ഉദ്യമത്തിന്റെ കൂടെ? സ്റ്റാഫ് എന്ന് പറയുന്നേക്കാളും ഞങ്ങളൊരു ടീം എന്ന് പറയുന്നതാണ് ഇഷ്ടം. എത്ര പേരുണ്ട് ടീം മെമ്പേഴ്സ്? ടീം മെമ്പേഴ്സ് അബവ് 20 പേരിലധികം ഉണ്ട്. അപ്പൊ 20 പേരെന്നുള്ളത് 200 പേരാകട്ടെ. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരുപാട് നല്ല മെഡലുകൾ കൊണ്ടുവരാൻ സാധിക്കട്ടെ. നല്ല ഒരു തലമുറയെ വാർത്തെടുത്തതുള്ളേ സ്പാർട്ടൻസ് പറഞ്ഞ ബ്രാൻഡും അതിനോടൊപ്പം തന്നെ സ്റ്റുഡൻസിൻ്റെ പ്രിയപ്പെട്ട ജോയ്സ് മാഷും ഒരുപാട് വളരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഞങ്ങളും കൂടെ ഉണ്ടാകും. നമുക്ക് ഒരുമിച്ച് വളരാം അല്ലേ? യെസ്. ഇന്ന് നമ്മൾ കേട്ടത് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു. ഒരു 29 വയസ്സുകാരൻ തൻ്റെ ചെറിയ പ്രായത്തിനുള്ളിൽ തന്നെ ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുത്ത ഒരു നല്ലൊരു എപ്പിസോഡ്. നമുക്കും ഇതുപോലെ ഒരുപാട് കഥകൾ ഉണ്ടാകാം. മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്ന, നമ്മുടെ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളും തളരാതെ പിടിച്ചു നിന്ന് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്ന ഒരു തലമുറ നമ്മുടെ ചുറ്റിലുമുണ്ട്. അവർക്ക് ഈ ഒരു സ്റ്റോറി ഒരു ഇൻസ്പിറേഷനാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ തന്നെ നല്ലൊരു കഥയുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.